നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വഴിക്കടവ് സംഭവം രാഷ്ട്രീയ പാർട്ടികൾക്ക് വീണുകിട്ടിയ തുറുപ്പുചീട്ടായി മാറ്റുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തെ ചൊല്ലി പരസ്പരം പഴിചാരാൻ മത്സരിക്കുകയാണ് മുന്നണികൾ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ BJP പ്രവർത്തകർ വഴിക്കടവിൽ പ്രതിഷേധം നടത്തി. വന്യജീവി ആക്രമണം പതിവാകുമ്പോൾ വേണ്ട നടപടികൾ സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ തുടരുന്ന അലംഭാവമാണ് ഇത്തരം മരണങ്ങൾക്ക് കാരണമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രശ്നത്തെ ഒരു ഇടപെടലും നടത്താൻ വയനാട്ടിലെ ഇപ്പോഴത്തെ MP പ്രിയങ്ക വദ്രയ്ക്കോ മുൻ MP രാഹുൽ ഗാന്ധിക്കോ കഴിഞ്ഞിട്ടില്ല. ശാശ്വത പരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ തീരെ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. ഈ സാഹചര്യം മാറി വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായേ മതിയാവൂ. എന്തായാലും സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വം വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ്. രാത്രിയിൽ സർക്കാരിനെതിരെ സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾ പിടിയിലായ പ്രതി വിനേഷ് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന വിവരം അറിഞ്ഞതോടെ അങ്ങ് ആകെ നിശബ്ദരായി. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു. വഴിക്കടവിൽ പന്നിയെ പിടിക്കാനായി നിയമവിരുദ്ധമായി ഒരുക്കിയ വൈദ്യുതി കെണിയിൽപ്പെട്ട 15-കാരൻ അനന്തു മരിച്ച സംഭവമാണ് നാടിനെ ഒട്ടാകെ സങ്കടത്തിലാക്കിയത്. ദുരന്ത വിവരം അറിഞ്ഞ് എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ UDF നേതാക്കൾ വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. രാത്രിയിൽ നിലമ്പൂർ നഗരസഭയിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് പ്രതിഷേധക നാടകം നടത്തുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. കോൺഗ്രസ് പ്രവർത്തകനായ വിനേഷ് പന്നിയെ വേട്ടയാടി വിൽക്കുന്നയാളാണ്. ഇയാളും കുടുംബവുമൊക്കെ കോൺഗ്രസിന്റെ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കാറുണ്ട്. നേരത്തെയും വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കി പന്നിയെ പിടികൂടിയിട്ടുണ്ട്. വിനേഷിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ആകെ അങ്ങ് വെട്ടിലായി. പന്നികളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ അനുമതി നൽകിയിട്ടും UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന ആരോപണം ശക്തമാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സമാന രീതിയിൽ ഷോക്കേറ്റ് മരിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം അനങ്ങിയിരുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. അതേസമയം വിഷയത്തിൽ അനാസ്ഥ കാണിച്ച സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ നടപടി കൈക്കൊള്ളും. എന്തായാലും കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ഇതോടെ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമടക്കം നിരവധി കാര്യങ്ങൾ സർക്കാർ അന്വേഷിച്ചു വരികയാണ്.